Okay. Good evening, everyone. ഓഡിബിൾ അല്ലേ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ, കേൾക്കുന്നുണ്ട്. സോ നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാമത്തെ റിവിഷന്റെ ക്ലാസ്സിലാണ് കേട്ടോ. നമ്മളിതിൽ ഒരു മാക്രോന്റെ ഇപ്പം എക്കണോമിക്സിലുള്ളവരാണെങ്കിൽ മാക്രോന്റെ ഒരു സെഷൻ ഇന്നലെ എടുക്കേണ്ടതായിരുന്നു. ബട്ട് വിൽ ബി ടേക്കിംഗ് ഇൻ ദ നെക്സ്റ്റ് വീക്ക് ഇറ്റ് സെൽഫ്. അതേപോലെ ഷെഡ്യൂളിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും, അത് ഞാൻ പറയാം. ബിക്കോസ് സം ഫാക്കൽറ്റീസ് ചില ആൾക്കാർക്ക് വേറെ ദിവസം എടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി നേരത്തെ ആയിരിക്കും. ഞാൻ ഒരു ചെറിയ ചേഞ്ചസ് ഉണ്ടാവും ഷെഡ്യൂളിലെ. സോ ഹിയർ വി സ്റ്റാർട്ട്. സോ നമുക്ക് പേപ്പർ വണ്ണിൽ പറയുന്ന സമയത്ത്, ജനറലിന്റെ പേപ്പറിൽ നോക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത്. സോ ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ഇപ്പോൾ ജനറലി നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഏതൊക്കെ ഏരിയ വരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അതേസമയം യു ഹാവ് ടു റിമെമ്പർ വൺ മോർ തിങ്, ദറ്റ് നമ്മുടെ ഈ ഒരു റിവിഷൻ സെറ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഒരു ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലാസ് മൊത്തമായിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഉണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ച് വരിക എന്നുള്ള രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകണം. അതായത് ഇപ്പോൾ ഇന്നിപ്പോ ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ അതിലുണ്ട്. അപ്പൊ അവരോടൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഫ്ലിപ്ഡ് ആണ്. അതായത് ഫ്ലിപ്പിംഗ് ആണ് ശരിക്കും നടത്താറുള്ളത്. ആദ്യം നിങ്ങൾ പഠിച്ച്, അതായത് ഓൾറെഡി ചില വീഡിയോസും കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ആക്കി തരും. വൺസ് നിങ്ങൾ ഫ്രീ ആയിട്ട് അതൊന്ന് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്തെങ്കിലും വരാനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട റിവിഷനിൽ. കാരണം നമുക്ക് ക്രാഷ് ആവുന്ന സമയത്ത് വി കാണ്ട്, പ്രത്യേകിച്ച് ഇതിപ്പം ഇതൊരു ക്രാഷിനെ പോലെ പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു റിവിഷൻ സെഷൻ എന്ന് പറയുന്ന സമയത്ത് വി ആർ ആക്ച്വലി റിവൈസിങ് ദ ഹോൾ ടോപ്പിക്. ലൈക്ക് ഓൾമോസ്റ്റ് 20 ടോപ്പിക്സ് ഉണ്ട്. ഈ 20 ടോപ്പിക്സിന് 20-30 ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് വി കാൺ ഗീവ് മോർ ടൈം ടു എനിത്തിങ്. സോ അതുകൊണ്ട് തന്നെ ആദ്യം മനസ്സിലാക്കുക, വിൽ ബി റിവൈസിങ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. ദെൻ വിൽ ബി ഹാവിങ് എ ക്വസ്റ്റ്യൻ സെറ്റ്. ദെൻ വി വിൽ ആൾസോ ഇൻക്ലൂഡ് PYQ ഡിസ്കഷൻസ്. ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. സോ അതിൽ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ടോപ്പിക് റിവൈസ് ചെയ്യുന്ന ഭാഗമാണ്. ഇപ്പം ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ റിസർച്ചിലേക്ക് പോകുന്ന സമയത്ത് വി ഹാവ് ഡിഫറെന്റ് ടോപ്പിക്സ്. അതിൽ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് റിസർച്ച് എന്നുള്ളത്, അതേപോലെ തന്നെ റിസർച്ചിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട്, ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ഡിഫറെന്റ് അപ്രോച്ചസ് ഉണ്ട്. ഈവൻ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ പോസിറ്റിവിസം, അതേപോലെ തന്നെ പോസ്റ്റ് പോസിറ്റിവിസം പോലുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ടോപ്പിക്കിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റെപ്സ് ഇൻ റിസർച്ച് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ദെൻ അതേപോലെ തന്നെ ഓരോ പെർട്ടിക്കുലർ ആയിട്ട് ടോപ്പിക്, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ചും ക്വസ്റ്റ്യൻസ് ഒക്കെ പലപ്പോഴും വരുന്നൊരു ഏരിയയാണ് നമ്മുടെ റെഫറൻസിങ് സ്റ്റൈല്. അതേപോലെ തന്നെ റിസർച്ച് റിപ്പോർട്ട്, എങ്ങനെയാണ് റിസർച്ച് റിപ്പോർട്ട് ചെയ്തേണ്ടത്, അതായത് ഫൈനലി എങ്ങനെയാണ് തീസിസ് എഴുതേണ്ടത്, ആ രീതിയെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പ്ലേജറിസം പോലെയുള്ള റിസർച്ച് എത്തിക്സിനെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. സോ റിസർച്ച് എത്തിക്സും നമ്മുടെ ഈ ടോപ്പിക്കിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന കാര്യമാണ്. സോ വിൽ ഗോ ത്രൂ ഈച്ച് ടോപ്പിക് വൺസ്. അപ്പൊ ആദ്യം അറിയേണ്ടത്, റിസർച്ച് എന്ന് പറയുന്നത്, റിസർച്ച് ബേസിക്കലി കോൺട്രിബ്യൂട്ട് ടു ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്. ഇറ്റ് ഷുഡ് ബി എ സിസ്റ്റമാറ്റിക് വൺ. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി സയന്റിഫിക്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഒരു ഡെഫിനിഷൻ ഓഫ് റിസർച്ച് പറയുന്ന സമയത്ത് ഇറ്റ്സ് ആക്ച്വലി എ സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് മെത്തേഡ് എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. സോ ദാറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ലൈക്ക് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച്. ആദ്യം നമുക്ക് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ. ഏതൊരു കാര്യമാണെങ്കിലും അത് സയന്റിഫിക് ആവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രോപ്പർ സ്റ്റെപ്സിലൂടെ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് സയന്റിഫിക് എന്ന് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് റിസർച്ച് എന്ന് പറയുന്ന സമയത്ത് വിൽ ഫസ്റ്റ് ഐഡന്റിഫൈ എ പ്രോബ്ലം. ഇതാണ് ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രൈമറി ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ഐഡന്റിഫൈങ് എ പ്രോബ്ലം എന്നുള്ളത്. ഓക്കെ. ദെൻ അതിനുശേഷം വി ഹാവ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ.
അതേപോലെ തന്നെ വി ഹാവ് റിസർച്ച് ഗ്യാപ്പ്, വി ഹാവ് ടു ഗോ ഫോർ ഒബ്ജക്റ്റീവ്സ്, we have to go for a hypothesis. Once we formulated hypothesis, then we have to go for data collection. ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഹൈപ്പോത്തസിന്റെ ഇടയിൽ തന്നെ നമുക്ക് വരുന്ന റിസർച്ച് മെത്തഡോളജി. സോ റിസർച്ച് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് റിസർച്ച് ഡിസൈൻ ആണ്? അതിൽ തന്നെ സാമ്പിളിംഗ് ഡിസൈൻ ഉണ്ടാവും, ദെൻ ഡാറ്റ കളക്ഷൻ ഉണ്ടാവും. ഡാറ്റ കളക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യും. വൺസ് നമ്മൾ ഇത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി വിൽ ബി ഗോയിങ് ഫോർ പ്രൊജക്ട് റിപ്പോർട്ടിംഗ്, അല്ലെങ്കിൽ ഫൈനലി നമ്മുടെ റിസർച്ച് റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഡിഫറെന്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ ഈ സ്റ്റെപ്പിലൂടെ ഓരോ സ്റ്റെപ്പായിട്ട് പോകുമ്പോഴാണ് നമുക്ക് എന്തിലേക്ക് എത്തുക? ഫൈനലി നമ്മുടെ റിസർച്ച് കംപ്ലീറ്റ് ആവുന്നത്. സോ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസിന്റെ ഉള്ളിലാവുന്നതുകൊണ്ടാണ് വി കോൾ ഇറ്റ് എ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ. ദെൻ ഇറ്റ് ഡെവലപ്പ് കൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ്. നോർമലി റിസർച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് വിൽ ഡെവലപ്പ് കൺസെപ്റ്റ് ആസ് വെൽ ആസ് തിയറീസ്. ആൻഡ് നമ്മുടെ ലിമിറ്റഡ് നോളേജിനെ, അല്ലെങ്കിൽ റിസർച്ച് ആണ് ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ച എന്തോ ഒരു കാര്യത്തിനെ കുറിച്ച് അഗെയിൻ വി ആർ റീസെർച്ചിങ് എന്നുള്ളതാണ്. സോ ഇറ്റ് എക്സ്പാൻഡ്സ് ദ ലിമിറ്റ്സ് ഓഫ് നോളേജ്. ദെൻ ഇറ്റ് കനോട്ട് ബി ഇംപ്ലിമെന്റഡ് ഇമ്മീഡിയറ്റ്ലി, and it is an essential tool for decision making. Then finally logical objective ആണ്. Then comes to the types of research. Here most there are some important types of research which we will be discussing here. അതിൽ ആദ്യത്തേതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് ആയിട്ട് പറയുന്ന കാര്യമാണ്. ആൻഡ് ഹിയർ what we are actually doing is we are describing a situation as exists at present. സോ വി ആർ ജസ്റ്റ് ഗിവിങ് ആൻ ഡിസ്ക്രിപ്ഷൻ ഫോർ ഇറ്റ്. അപ്പം ഡിസ്ക്രിപ്റ്റീവ് ആവുന്ന സമയത്ത് ഒരു റിസർച്ചിന് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. ആൻഡ് റിസർച്ചർ ഹാസ് നോ കൺട്രോൾ ഓൺ വേരിയബിൾ, ബിക്കോസ് ഈ റിസർച്ചർ എന്ത് ചെയ്യുന്നില്ല? എന്തെങ്കിലും ഡാറ്റ കളക്ട് ചെയ്യുകയോ കാര്യങ്ങളോ ചെയ്യുന്നില്ല. ബട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ, അല്ലെങ്കിൽ പ്രൈമറിക്ക് പകരം സെക്കൻഡറി ആയിട്ടുള്ള ഒരു ഡാറ്റനെ നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ നമ്മൾ സർവേസും അതേപോലെ തന്നെ ഫാക്ട് ഫൈൻഡിങ് എൻക്വയറീസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ടൈപ്സ് ഓഫ് റിസർച്ചിൽ ഉണ്ടാവാറുള്ളത്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ ഉണ്ടാവാറുള്ളത്. ദെൻ അതേപോലെ തന്നെ ഈ ഒരു മെത്തഡോളജിയുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവർ ഫോക്കസ് വിൽ ബി മോർ ഓൺ വാട്ട്, ആൻഡ് വി വിൽ നോട്ട് ബി ഫോക്കസിങ് മച്ച് ഓൺ വൈ. അതായത് ഇപ്പൊ ഒരു പെർട്ടിക്കുലർ റിസർച്ച് പ്രോബ്ലം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന്റെ കാരണം എന്താന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല, മറിച്ച് എന്താണ് പ്രോബ്ലം എന്നുള്ളത് മാത്രമേ വി ആർ ഡിസ്ക്രൈബിങ് വാട്ട് ആക്ച്വലി ഈസ് ദർ എന്നുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവിന്റെ പ്രത്യേകത. ദെൻ എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ച് പലപ്പോഴും ക്വസ്റ്റ്യൻസിൽ വന്നൊരു കാര്യമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഒരു ആക്സിഡന്റ്, റോഡ് ആക്സിഡന്റ് നടന്നു. അപ്പൊ ആ റോഡ് ആക്സിഡന്റ് നടന്ന ഉടനെ തന്നെ നമ്മൾ അതിന്റെ റീസൺസും കാര്യങ്ങളും കണ്ടെത്തുന്നതിനെയാണ് എക്സ്പോസ്ഡ് ഫാക്ടർ എന്ന് പറയാം. ജസ്റ്റ് ആഫ്റ്റർ ദ ഇൻസിഡന്റ് ടു പ്ലേസ് എന്നുള്ളതാണ് അതിന്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഹിസ്റ്റോറിക്കൽ സ്റ്റഡി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം പാസ്റ്റ് റെക്കോർഡ്സിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുകയാണ്. സോ ഹിസ്റ്റോറിക്കൽ റിസർച്ച് പ്രധാനമായിട്ടും സ്റ്റഡി ചെയ്യുന്നത് എന്തൊക്കെ പാസ്റ്റ് ഇവന്റ്സ് നടന്നിട്ടുണ്ടോ അതിനെ കറക്റ്റായിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യാനാണ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഇവിടെ നോക്കുക എവല്യൂഷൻ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് 1835 മക്കാളൈസ് മിനിറ്റ് മുതൽ അതേപോലെ തന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇപ്പൊ 2020 നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വരെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എവല്യൂഷൻ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് പഠിക്കേണ്ടി വരും. സോ വാട്ട് വി ആർ ഡൂയിങ് ഈസ് വി ആർ ആക്ച്വലി ചെക്കിംഗ് ദ പാസ്റ്റ് റെക്കോർഡ്സ് ഓഫ് സംതിങ് ആൻഡ് വിൽ ജനറലൈസ് ഇറ്റ് വിത്ത് ദ പ്രസന്റ് സിനാരിയോ. അങ്ങനെയാണ് നമ്മൾ നോർമലി ഹിസ്റ്റോറിക്കൽ സ്റ്റഡി നടത്താറുള്ളത്. ദെൻ കംസ് അനലിറ്റിക്കൽ റിസർച്ച്. ഇവിടെ യഥാർത്ഥത്തിൽ ദർ വിൽ ബി എ സിസ്റ്റം ഓഫ് പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് അനാലിസിസ് അപ്ലൈ ടു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അനലിറ്റിക്കൽ എന്ന് പറയുന്ന സമയത്ത് തന്നെ ദർ വിൽ ബി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറിൽ നമ്മൾ കൊടുക്കും. ഇൻകം എന്ന് പറയുന്നത് വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ബിക്കോസ് ഇറ്റ് ഈസ് ഷോൺ ഇൻ ദി നമ്പേഴ്സ് എന്നുള്ളതാണ്. സോ അതാണ് അനലിറ്റിക്കൽ റിസർച്ചിലെ പ്രധാനപ്പെട്ട കാര്യം. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വൺ കുഡ് ഐഡന്റിഫൈ സ്മോക്കേഴ്സ് ആൻഡ് നോൺ സ്മോക്കേഴ്സ് അറ്റ് ബേസ് ലൈൻ ആൻഡ് കമ്പയർ ദർ സബ്സിക്വന്റ് ഇൻസിഡൻസ് ഓഫ്. ഇപ്പം ഒരു നമ്മൾ എന്ത് ചെയ്യാണ്? വി ആർ സ്റ്റഡിങ്, വി ആർ അനലൈസിങ്. ഓക്കെ, അനലിറ്റിക്കൽ റിസർച്ച് ആവുന്ന സമയത്ത് വി ആർ ആക്ച്വലി അനലൈസിങ് ദി എഫക്റ്റ് ഓഫ് സ്മോക്കിംഗ് ഓൺ പീപ്പിൾ ഹു ആർ
സ്മോക്കേഴ്സ് ആൻഡ് നോൺ സ്മോക്കേഴ്സ്. ലൈക്ക് ആ ഒരു രീതിയിൽ നമ്മളൊരു കമ്പാരിസൺ നടത്തുന്നു. ആ ഒരു സ്റ്റഡി നടത്തുന്ന സമയത്ത് വി ആർ ആക്ച്വലി അനലൈസിങ് ത്രൂ എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്സ്. ദെൻ കോറിലേഷണൽ റിസർച്ച്. കോറിലേഷൻ എന്ന് പറയുന്ന ആ കോറിലേഷൻ എന്ന് പറയുന്ന വേർഡ് തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. വി ആർ ആക്ച്വലി ഈ ടൈപ്പ് ഓഫ് റിസർച്ചിൽ, കോറിലേഷൻ റിസർച്ചിൽ നമ്മൾ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക. ഇപ്പം ഹെൽത്തും ഇൻകവും തമ്മിലുള്ള കോറിലേഷൻ പഠിക്കുന്നു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പഠിക്കുന്നു. അതാണ് കോറിലേഷൻ റിസർച്ച് എന്ന് പറയാം. എന്തെങ്കിലും റിലേഷൻ, അല്ലെങ്കിൽ ഇൻകം കൂടുന്ന സമയത്ത് ഹെൽത്ത് ഹെൽത്ത് ബെറ്റർ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഇൻകം കുറയുന്ന സമയത്ത് ഹെൽത്ത് വേഴ്സ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാറ്റസ് വേഴ്സ് ആവുന്നുണ്ടോ, ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു കോറിലേഷണൽ റിസർച്ചായി മാറി. ആൻഡ് ദെൻ എക്സ്പ്ലനേറ്ററി റിസർച്ച് ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ കോറിലേഷൻ റിസർച്ചിന്റെ എക്സ്പാൻഷൻ ആയിട്ടാണ് പറയാറുള്ളത്. ആൻഡ് എക്സ്പ്ലനേറ്ററി റിസർച്ച് പ്രധാനമായിട്ടും ഐഡന്റിഫൈ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാറുള്ളത് ടു ഐഡന്റിഫൈ ദ എക്സ്റ്റെന്റ് ആൻഡ് നാച്ചർ ഓഫ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കോറിലേഷൻ സ്റ്റഡി എന്ന് പറയുന്ന സമയത്ത് വി ആക്ച്വലി ആർ ചെക്കിംഗ് ദ കോറിലേഷൻ ബിറ്റ്വീൻ ഹെൽത്ത് ആൻഡ് ഇൻകം. എന്തുകൊണ്ടാണ് ഈ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നത്? സോ വാട്ട് ആർ ദ കോസ് ആൻഡ് എഫക്റ്റ്? ഇതാണ് പ്രധാനമായിട്ടും എക്സ്പ്ലനേറ്ററി റിസർച്ചിൽ ഉണ്ടാവുക. സോ ചില സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിനൊക്കെ നോക്കുന്ന സമയത്ത് മോസ്റ്റ് പ്രൊബബിളി ദേ യൂസ് ടു ഗിവ് സം എക്സാമ്പിൾസ്. ഒരു കേസ് പോലെ തരാറുണ്ട്. ഒരു എക്സാമ്പിൾ തരും, എന്നിട്ട് ഈ ഒരു സ്റ്റഡി നമ്മൾ ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് യൂസ് ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ജസ്റ്റ് ചെക്കിംഗ് ദ കോറിലേഷൻ, വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് റിലേറ്റഡ്, വെദർ ഇറ്റ് ഈസ് നെഗറ്റീവ് റിലേറ്റഡ്, ഓർ ദർ ഇസ് നോ റിലേഷൻഷിപ്പ്. ഇത് നമ്മൾ കണ്ടെത്തലാണ്. എന്നാൽ എക്സ്പ്ലനേറ്ററി എന്ന് പറയുന്ന സമയത്ത് ഈ കോറിലേഷൻ തന്നെ എന്ത് കാരണം കൊണ്ടാണ് വന്നത്, അതേപോലെ തന്നെ ഈ കോറിലേഷൻ ഉള്ളത് കൊണ്ടുള്ള എഫക്റ്റ് എന്താണ്, ഇത് രണ്ടും ചെക്ക് ചെയ്യുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ എക്സ്പ്ലനേറ്ററി റിസർച്ചിൽ ഉണ്ടാവാറുള്ളത്. ദെൻ എക്സ്പ്ലോറേറ്ററി ഓർ ഫോർമുലേറ്റീവ് റിസർച്ച്. നോർമലി നമ്മുടെ റിസർച്ചിന്റെ ഏറ്റവും ബിഗിനിങ് സ്റ്റേജിൽ ഉണ്ടാവുന്നതാണ് എക്സ്പ്ലോറേറ്ററി എന്ന് പറയുന്നത്. എക്സ്പ്ലോർ ചെയ്യാണ്, വി ആർ ആക്ച്വലി എക്സ്പ്ലോറിംഗ് സംതിങ് ന്യൂ. സോ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഇസ് ദ പ്രിലിമിനറി റിസർച്ച് ടു ക്ലാരിറ്റി ദ എക്സാക്ട് നാച്ചർ ഓഫ് ദ പ്രോബ്ലം ടു ബി സോൾവ്. സോ നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്ത് പ്രോബ്ലം ആണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്, അത് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയാണ് എക്സ്പ്ലോർ ചെയ്യുക. അതാണ് ഇപ്പൊ നമ്മൾ ഒരു പെർട്ടിക്കുലർ സാധനത്തിന് എക്സ്പ്ലോർ ചെയ്യുക. അപ്പൊ നമ്മൾ പറയാം, ഈ ഒരു സ്ഥലം പോയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം, അല്ലെങ്കിൽ ഗോവയിൽ പോയി എക്സ്പ്ലോർ ചെയ്യണം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് വി ആർ ആക്ച്വലി വാട്ട് വി ആർ ഡൂയിങ്, വി ആർ ആക്ച്വലി ലുക്ക് ഇൻ ടു ദ ഡീപ് സൈഡ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ തിങ്. സോ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ നോക്കുക. ആൻഡ് നോർമലി എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ ഇറ്റ്സ് യൂഷ്വലി സ്റ്റാർട്ട് വിത്ത് പൈലറ്റ് സ്റ്റഡി. ആൻഡ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എപ്പോഴും ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് കൺക്ലൂസീവ് എവിഡൻസ്. ദെൻ എക്സാമ്പിൾ കൊടുത്തില്ല, സ്റ്റഡി ടു ഡിറ്റർമിൻ ദ ബെസ്റ്റ് വേ ടു ട്രീറ്റ് എ ന്യൂ ടൈപ്പ് ഓഫ് ക്യാൻസർ. So there are two main method of research, like explanatory research. One is by review of literature, and second one is by experience surveys. രണ്ട് രീതിയിൽ നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ചെയ്യാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിലൂടെയാണ്. മുമ്പ് നടത്തിയ സ്റ്റഡീസും കാര്യങ്ങളും ഡാറ്റാസും ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വി ആർ ആക്ച്വലി ഗോയിങ് ഫോർ എ റിസർച്ച്, അല്ലെങ്കിൽ നമ്മൾ ഫൈനലി റിസർച്ച് റിപ്പോർട്ട് നടത്തുന്നു. രണ്ടാമത്തെന്ന് പറയുന്നത് ആൾക്കാരുടെ എക്സ്പീരിയൻസിനനുസരിച്ച് അവരെന്താണോ എക്സ്പീരിയൻസ് ചെയ്തത് അത് നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ക്യാൻസർ പേഷ്യൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ വി ആർ ആക്ച്വലി ടോക്കിംഗ് ടു ക്യാൻസർ പേഷ്യൻസ് ആൻഡ് ഹൗ ദേ എക്സ്പീരിയൻസ്ഡ് ആൻഡ് വാട്ട് വർ ദ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ദേ കെയിം അക്രോസ്. അതാണ് നമ്മൾ പ്രധാനമായിട്ടും അവിടെ ചെക്ക് ചെയ്യുന്നത്. ദെൻ കംസ് എക്സ്പെരിമെന്റൽ അപ്രോച്ച്. എക്സ്പെരിമെന്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് തന്നെ യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് ടു ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ലൈക്ക് എക്സ്പെരിമെന്റൽ എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ you need to know that there is two group within experimental research. One is experiment group and second one is control group. So we actually ഇപ്പൊ ഉദാഹരണം, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു കാര്യം, അതായത് സ്മോക്കേഴ്സും നോൺ സ്മോക്കേഴ്സിന്റെയും ഹാർട്ട് ഡിസീസുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ നോക്കുകയാണ്. അവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ എന്താ ശരിക്കും ചെക്ക് ചെയ്യുന്നത്, സ്മോക്കിങ്ങിന് എന്തെങ്കിലും എഫക്റ്റ് ഹാർട്ട് ഡിസീസുമായിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ സ്മോക്കേഴ്സ് വിൽ ബി അവർ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്, വെറസ് നോൺ സ്മോക്കേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ കൺട്രോൾ ഗ്രൂപ്പ്.
സോ ലൈക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കുക സ്മോക്കേഴ്സിനോടാണ്. കാരണം നമ്മൾ അവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്, ഈ സ്മോക്കിങ്ങും ഹാർട്ട് ഡിസീസും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. സോ സയന്റിഫിക് അപ്രോച്ച് ആണ്. അതേസമയം ഈ ഒരു മെത്തേഡിന്റെ ഏറ്റവും ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ലബോറട്ടറി എക്സ്പെരിമെന്റ്സിൽ കാണാൻ പറ്റും. ഓക്കെ, ദെൻ കംസ് ആക്ഷൻ റിസർച്ച്. നമ്മൾ ഈ അപ്ലൈഡ് റിസർച്ചിന്റെ തന്നെ സാർ ഒന്നുകൂടി പറയൂ അത്. നോൺ സ്മോക്കേഴ്സ്. അതായത് നമ്മൾ എക്സ്പെരിമെന്റൽ റിസർച്ച് ആവുന്ന സമയത്ത് വി ആർ ആക്ച്വലി എക്സ്പെരിമെന്റിങ് എ തിങ്. ആൻഡ് എക്സ്പെരിമെന്റൽ റിസർച്ചിൽ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് എക്സ്പെരിമെന്റ് ഗ്രൂപ്പും അതേപോലെ രണ്ടാമത്തെ എന്ന് പറയുന്നത് കൺട്രോൾ ഗ്രൂപ്പുമാണ്. ക്ലിയർ? ഇതിൽ എക്സ്പെരിമെന്റ് ഗ്രൂപ്പിൽ യഥാർത്ഥം എന്താ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്റ്റഡി നടത്തുകയാണ്. ഏത് രീതിയിൽ നമുക്ക് സ്റ്റഡി എക്സാമ്പിൾ കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഏരിയനെ കുറിച്ച് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള റോഡ് ആക്സിഡൻസിനെ കുറിച്ച് പഠിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ആ ഏരിയനെയും വേറൊരു ഏരിയനെയും വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം. സ്മോക്കേഴ്സും നോൺ സ്മോക്കേഴ്സും ഉണ്ട്. ഓക്കെ, വി ആർ ആക്ച്വലി സ്റ്റഡിങ് അബൌട്ട് ദ കോറിലേഷൻ ബിറ്റ്വീൻ സ്മോക്കേഴ്സ്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള കണക്ഷനാണ് സ്മോക്കേഴ്സും അതേപോലെ തന്നെ ഹാർട്ട് ഡിസീസുമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് സ്മോക്കേഴ്സിന്റെ, ഉദാഹരണത്തിന് സ്മോക്കേഴ്സിന് എന്തെങ്കിലും എഫക്റ്റ്, ഹാർട്ട് ഡിസീസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലുണ്ടോ, അല്ലെങ്കിൽ നോൺ സ്മോക്കേഴ്സിനാണ് ഹാർട്ട് ഡിസീസ് ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് ഉള്ളത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ആണ് യഥാർത്ഥത്തിൽ എക്സ്പെരിമെന്റൽ റിസർച്ച് നടക്കുന്നത്. പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എന്തിനെ കുറിച്ചാണോ പഠിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാരാണോ അവരെയാണ് നമ്മൾ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് പറയാം. അതേസമയം അവരല്ലാത്ത ഒരു വിഭാഗം ഉണ്ടാവും. കാരണം നമ്മൾ ചെക്ക് ചെയ്യണം, ഇപ്പൊ നമുക്ക് സ്മോക്കിങ്ങിന്റെ എഫക്റ്റ് ഹാർട്ട് ഡിസീസിന് ഉണ്ടോ എന്നുള്ളത് നോക്കുന്ന സമയത്ത് നമ്മൾ അതേ സമയത്ത് എന്ത് ചെയ്യണം, നോൺ സ്മോക്കേഴ്സിന്റെ കാര്യം ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് സ്മോക്കിംഗ് കൊണ്ട് മാത്രം വരുന്നതാണ് എന്നുള്ളത്. സോ ദർ വി വിൽ യൂസ് വൺ മോർ ഗ്രൂപ്പ് ദാറ്റ് ഈസ് കോൾഡ് കൺട്രോൾ ഗ്രൂപ്പ്, ആൻഡ് ഇൻ ദിസ് കേസ് ഇറ്റ് വിൽ ബി നോൺ സ്മോക്കേഴ്സ്. ക്ലിയർ ആണോ? സാർ. ഓക്കെ. സാർ, അപ്പോ ഈ എക്സ്പെരിമെന്റൽ റിസർച്ചിനെ കോസ് ആൻഡ് എഫക്ട് എന്ന് പറയാൻ പറ്റൂ? കോസ് ആൻഡ് എഫക്റ്റ് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കോസ് ആൻഡ് എഫക്റ്റ് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് എക്സ്പ്ലനേറ്ററിയിലാണ്. അവിടെ എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്യുന്നത് ശരിക്ക് അത് ഏതിലാണ് കൂടുതൽ ഉള്ളതെന്ന് ചെക്ക് ചെയ്യാണ് പ്രധാനമായിട്ടും ചെയ്യുക. ഇതിലാണോ ഉള്ളത് അതിലാണുള്ളത് ഉള്ളതും ചെക്ക് ചെയ്യാണ്. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ലാബ് എക്സ്പെരിമെന്റ് നടത്തുകയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ വീട്ടിലുള്ള വെള്ളവും നോക്കുന്നു, നെയ്ബറിന്റെ വീട്ടിലുള്ള വെള്ളവും നോക്കുന്നു. അപ്പൊ നമ്മള് ഒരു അവിടെ അവിടെ യഥാർത്ഥത്തിൽ രണ്ടെണ്ണം നോക്കുന്നുണ്ട്. അതായത് ഒന്ന് എന്ന് പറയുന്നത് എന്താണ്, എന്റെ വീട്ടിലുള്ള വെള്ളം ആണോ അയാളുടെ വീട്ടിലുള്ള വെള്ളമാണോ കൂടുതലായിട്ട് പ്യൂർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളത്, പൊല്യൂഷൻ കൂടുതലുള്ള ഏതിലാണ് എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ചെക്ക് ചെയ്യലാണ് എക്സ്പെരിമെന്റിൽ നമ്മൾ നടത്തുന്നത്. ആക്ച്വലി എക്സ്പെരിമെന്റിങ് ഇറ്റ്, ബട്ട് വി വോണ്ട് കണക്ട് ഇറ്റ് ഇൻ ടു കോസ് ആൻഡ് എഫക്ട് റിലേഷൻ. അത് വരുന്ന സമയത്ത് ഇറ്റ് വിൽ ബി എക്സ്പ്ലനേറ്ററി റിസർച്ച്. ക്ലിയർ ആണോ? ഓക്കെ സാർ, താങ്ക് യു. Okay. So when it comes to action research, it's a kind of applied research. So ഇതൊരു applied research ആണ്, and it aims at finding a solution for an immediate problem facing a society. Action എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, ഇറ്റ്സ് അബൌട്ട് സം ഇമ്മീഡിയറ്റ് ആക്ഷൻ, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഒരു റിസർച്ച് നടത്തുകയാണ്. ഒരു പെർട്ടിക്കുലർ കാര്യം കണ്ടെത്തിയിട്ട് ആ കാര്യത്തിന് ഇമ്മീഡിയറ്റ് ഉള്ള സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയിലാണ് നമ്മൾ എന്തിലേക്ക് പോകാറുള്ളത്, ആക്ഷൻ റിസർച്ചിലേക്ക് പോകാറുള്ളത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ചിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ടും ഇതേപോലെയുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ്, കൂടുതൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അപ്ലൈഡ് റിസർച്ചിലാണ്. വി ആർ ആക്ച്വലി അപ്ലൈയിങ് സംതിങ്, ആൻഡ് ആ ഒരു അപ്ലൈ ചെയ്യുന്ന രീതിയിലേക്കാണ് ആക്ഷൻ റിസർച്ച് ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ കൊടുത്തുള്ളത് റിസർച്ച് ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ദ ടീച്ചേഴ്സ്. അപ്പം ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ഡൂയിങ് എ റിസർച്ച്. അതിനെന്താ ചെയ്യേണ്ടത്, പെട്ടെന്ന് വേണ്ട ഒരു റിസൾട്ടാണ്. ആ രീതിയിലേക്കാണ് ആക്ഷൻ റിസർച്ച് നോർമലി പോകാറുള്ളത്. ദെൻ അപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റിസർച്ചിന്റെ ടൈപ്പ് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു, ദറ്റ് ഈസ് ഫണ്ടമെന്റൽ ഓർ അപ്ലൈഡ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പ്യുവർ അല്ലെങ്കിൽ ബേസിസ് റിസർച്ച് എന്ന് പറയാം. ഫണ്ടമെന്റലും ഉണ്ട്, അപ്ലൈഡ് റിസർച്ചും ഉണ്ട്. സോ അപ്ലൈഡ് റിസർച്ച്, ഫണ്ടമെന്റൽ റിസർച്ച്.
ഒരു നോക്കിയാൽ മതി. പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനാണ് എന്ത് വരാറുള്ളത്? അപ്ലൈഡ് റിസർച്ച് വരാറുള്ളത്. എന്നാൽ നോളജിന് എക്സ്പാൻഡ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡിങ്ങിനും വേണ്ടിയിട്ടാണ് ഫണ്ടമെന്റൽ റിസർച്ച് നോർമലി ഉള്ളത്. ഫണ്ടമെന്റൽ റിസർച്ച് നോർമലി ഒരു തിയററ്റിക്കൽ എക്സ്പ്ലോറേഷൻ മാത്രമാണെങ്കിൽ റിയൽ വേൾഡ് അപ്ലിക്കേഷൻസ് ആണ് യഥാർത്ഥത്തിൽ അപ്ലൈഡ് റിസർച്ചിൽ ചെയ്യാറുള്ളത്. When it comes to this fundamental research again, it's a long term process. അപ്ലൈഡ് റിസർച്ച് എപ്പോഴും ഷോർട്ട് ടേം ആയിരിക്കും. ബിക്കോസ് ഈവൻ നമ്മൾ പറഞ്ഞല്ലോ ആക്ഷൻ റിസർച്ച് എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് വേണ്ടതാണ്. ദെൻ അതേപോലെ ഫണ്ടമെന്റൽ റിസർച്ച് നോട്ട് നെസസറിലി ഫോക്കസ്ഡ് ഓൺ പ്രോബ്ലം സോൾവിങ്. കാരണം അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? വി ആർ ജസ്റ്റ് എക്സ്പാൻഡിങ് ദ നോളേജ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ പെർട്ടിക്കുലർ തിങ്. ദെൻ അതേസമയം സ്പെസിഫിക് ആയിട്ടുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യുന്നതാണ് അപ്ലൈഡ് റിസർച്ച്. ദെൻ അതേ സമയത്ത് ഫണ്ടമെന്റൽ റിസർച്ച് ആവുന്ന സമയത്ത് മോർ ഇൻഡിവിജ്വൽ അക്കാദമിക് കൊളാബറേഷൻസ് ആണ് ഉണ്ടാവുക. അതേസമയം ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ആണ് കൂടുതലായിട്ടും ഇതിലുണ്ടാവുക, ഫണ്ടമെന്റൽ അല്ലെങ്കിൽ അപ്ലൈഡിൽ കൂടുതലായിട്ടും ഉണ്ടാവുക. ദെൻ അതേപോലെ തന്നെ ബിൽഡ് ഓൺ എക്സിസ്റ്റിംഗ് നോളേജ് ആണ് നോർമലി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫണ്ടമെന്റൽ റിസർച്ചിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദേ ഡെവലപ്സ് ന്യൂ തിയറീസ് ആൻഡ് കൺസെപ്റ്റ്സ്. ബട്ട് ഈ പറയുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളേജിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുക? അപ്ലൈഡ് റിസർച്ച് ചെയ്യുക. സോ ഡെവലപ്പിംഗ് എ ന്യൂ തിയറി ആൻഡ് കൺസെപ്റ്റ് ഈസ് ഫ്രം ദി ഫണ്ടമെന്റൽ റിസർച്ച്, വേറാസ് ബിൽഡിംഗ് ഓൺ ദാറ്റ് എക്സിസ്റ്റിംഗ് നോളേജ് ഈസ് ഇൻ ദി അപ്ലൈഡ് റിസർച്ച്. ദെൻ അതേപോലെ തന്നെ ഫണ്ടമെന്റൽ റിസർച്ച് ആവുന്ന സമയത്ത് ന്യൂ ഐഡിയാസും ബ്രേക്ക് ത്രൂസും എല്ലാം കൊണ്ടുവരും. അതേ സമയത്ത് എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും ആണ് പ്രധാനമായിട്ടും ഇതിന്റെ ഒരു ആസ്പെക്ട് ആയിട്ട് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫണ്ടമെന്റൽ റിസർച്ച് ആവുന്ന സമയത്ത് വി ആർ സ്റ്റഡിങ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ഇന്ററാക്ഷൻസ്. അതേസമയം നമ്മൾ എന്ത് ചെയ്യണം? ഒരു പുതിയ ഡ്രഗ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻ ദി അപ്ലൈഡ് റിസർച്ച്. ഓക്കെ. ദെൻ ക്ലാസിഫിക്കേഷൻ, റിസർച്ചിന്റെ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് ലോജിക് ഓർ അപ്രോച്ച് എന്ന് പറയുന്നത് ഒന്ന് ഇൻഡക്റ്റീവും രണ്ട് ഡിഡക്റ്റീവും ആണ്. ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പണ്ട് മുതലേ കേട്ടതായിരിക്കും. ഇൻഡക്റ്റീവ് ആവുന്ന സമയത്ത് ഇറ്റ് വിൽ ബി പെർട്ടിക്കുലർ ടു ജനറൽ ആണ്. ഓക്കെ. അതേസമയം ഡിഡക്റ്റീവ് ആവുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ജനറൽ ടു പെർട്ടിക്കുലർ ആണ്. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഫസ്റ്റ് ഉണ്ടായാൽ മതി. ദെൻ അതിന് ഡിഫറെന്റ് സ്റ്റെപ്പുകൾ ഉണ്ട്. ഇപ്പൊ ഇൻഡക്റ്റീവ് ആവുന്ന സമയത്ത് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ടു ഒബ്സർവ്, ലൈക്ക് ഒരു സ്പെസിഫിക് ഒബ്സർവേഷൻ ഉണ്ടാവുക എന്നുള്ളത്. രണ്ടാമത്തത് ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യും. ദെൻ there will be a general conclusion. So there will be a specific thing. ഓക്കെ. പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ടാവും, അതിൽ നിന്നൊരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യുകയും അതിലൂടെ ഒരു ജനറൽ കൺക്ലൂഷനിലേക്ക് എത്തുക ചെയ്യാം ഇൻഡക്റ്റീവ് ആവുന്ന സമയത്ത്. ഡിഡക്റ്റീവ് ആവുന്ന സമയത്ത് വി ആർ ആക്ച്വലി ഹാവിംഗ് ദ എക്സിസ്റ്റിംഗ് തിയറി, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. Then from that we will formulate a hypothesis. Then based on that we will collect data, and the collected data will be analyzed. Then finally we will either reject or accept the hypothesis. ഇതാണ് നോർമലി ഡിഡക്റ്റീവ് മെത്തേഡിൽ ഉണ്ടാവാറുള്ളത്. ജസ്റ്റ് അതിന്റെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തതേ ഉള്ളൂ. ബോട്ടം അപ്രോച്ച് ആണ്. അതെ, ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ടു ജനറൽ. ദെൻ തിയറീസും ഒബ്സർവേഷൻസും ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസിലാണ് ഇൻഡക്റ്റീവ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ഫ്ലെക്സിബിളും അഡാപ്റ്റബിളും ആണ് ഫോർ ദ ന്യൂ ഫൈൻഡിങ്സ്. പിന്നെ അതേപോലെ തന്നെ റിലൈസ് ഓൺ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ് കൂടുതൽ ഇൻഡക്റ്റീവ് റിസർച്ചിൽ ഉണ്ടാവുക. അതേസമയം ടോപ്പ് ടു ഡൗൺ അപ്രോച്ച് ആണ് ഡിഡക്റ്റീവ് റിസർച്ച്. പ്രധാനമായിട്ടും ടെസ്റ്റ് ചെയ്യുന്നത് തിയറീസും ഒബ്സർവേഷൻസും ആണ്. ആൻഡ് കൺഫർമേറ്ററി സ്റ്റഡീസിലാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. ദെൻ സ്ട്രക്ചേർഡും സിസ്റ്റമാറ്റിക്കും ആണ്. ആൻഡ് മെയിൻലി ഇറ്റ് റിലൈസ് ഓൺ ദി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അപ്പൊ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ് ഇൻഡക്റ്റീവ് റിസർച്ച് കൂടുതൽ ഉണ്ടാവുക. ഡിഡക്റ്റീവിലാവുന്ന സമയത്ത് ഇറ്റ് വിൽ ബി മോർ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ദെൻ based on process and data we can again classify it as quantitative and qualitative. സോ അതിൽ ക്വാളിറ്റേറ്റീവ് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് എന്താണ്, അതാണ് കൊടുത്തിട്ടുള്ളത്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നതും ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നതും തമ്മിൽ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിന്റെ ഫോക്കസിലാണ് പ്രധാനമായിട്ടും. സോ ക്വാളിറ്റേറ്റീവിൽ യഥാർത്ഥത്തിൽ ചെയ്യാറുള്ളത് ദ എക്സ്പ്ലോർ ഐഡിയാസ് ഓർ ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ് ഓർ തിയറീസ്. അതാണ് ക്വാളിറ്റേറ്റീവിൽ നോർമലി ചെയ്യുക. എന്നാൽ ഇവിടെ ക്വാണ്ടിറ്റേറ്റീവിലേക്ക് വരുന്ന സമയത്ത് വി ആക്ച്വലി ടെസ്റ്റ് ദ ഹൈപ്പോത്തസിസ് ഓർ തിയറീസ്, ബിക്കോസ് ക്വാണ്ടിറ്റേറ്റീവ് ഈസ് മോർ ഓവർ an applied method, whereas qualitative വന്ന സമയത്ത് we will be directly going for the ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് കൂടുതൽ ഫോക്കസ് വരിക. അതേസമയം അനാലിസിസിൽ പ്രധാനമായിട്ടും ക്വാളിറ്റേറ്റീവിൽ ഉണ്ടാവാറില്ല. ഒന്നെങ്കിൽ സമ്മറൈസ് ചെയ്യുക, അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്റർപ്രിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ.
ക്വാണ്ടിറ്റേറ്റീവ് എന്ന സമയത്ത് മാത്സും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും നടത്തും. പിന്നെ പ്രധാനമായിട്ടും വേർഡ്സിലാണ് ക്വാളിറ്റേറ്റീവ് എക്സ്പ്രസ് ചെയ്യുക. ക്വാണ്ടിറ്റേറ്റീവ് മെയിൻ ആയിട്ടും എക്സ്പ്രസ് ചെയ്യുക നമ്പേഴ്സിലും ഗ്രാഫിലും കാര്യങ്ങളിലൊക്കെയാണ്. ദെൻ സാമ്പിൾ ക്വാളിറ്റേറ്റീവിന് കുറച്ചായിരിക്കും, എന്നാൽ ക്വാണ്ടിറ്റേറ്റീവിന് മെനി റെസ്പോണ്ടൻസ് ഉണ്ടാവും. ദെൻ ക്വാളിറ്റേറ്റീവ് എന്ന സമയത്ത് ദർ വിൽ ബി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, വേറാസ് ക്വാണ്ടിറ്റേറ്റീവ് ആവുന്ന സമയത്ത് ക്ലോസ് എൻഡഡോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക. ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് കൂടുതലും അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അതേപോലെ കോണ്ടെക്സ്റ്റും കോംപ്ലക്സിറ്റിയും സബ്ജക്റ്റിവിറ്റിയും അതിന്റെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് വന്ന സമയത്ത് വിൽ ബി ടെസ്റ്റിംഗ്, മെഷറിംഗ്, ഒബ്ജക്ടിഫൈങ് ആൻഡ് ഫൈനലി വിൽ ബി റിപ്ലിക്കേഷനും അതിലുണ്ടായിരിക്കും കേട്ടോ. ദെൻ ഐഡിയ ഓർ കൺസെപ്റ്റിന്റെ ബേസിൽ റിസർച്ചിനെ പറയുന്ന സമയത്ത് വി ഹാവ് കൺസെപ്ച്വൽ റിസർച്ച് ആൻഡ് ഇംപെരിക്കൽ റിസർച്ച്. സോ കൺസെപ്ച്വൽ റിസർച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈസ് ജനറലി റിലേറ്റഡ് ടു അബ്സ്ട്രാക്ട് ഐഡിയാസ് ഓർ കൺസെപ്റ്റ്. എംപെരിക്കൽ ആവുന്ന സമയത്ത് എന്താണ്? എനി റിസർച്ച് സ്റ്റഡി where conclusions of the study are drawn from evidence verifiable by observation or experience rather than theory or logic. ജസ്റ്റ് ഒരു തിയറിയോ അല്ലെങ്കിൽ ഐഡിയയോ കൺസെപ്റ്റ് മാത്രമാണെങ്കിൽ അത് കൺസെപ്ച്വലും, അതേ സമയത്ത് പ്രോപ്പർ ഒരു എവിഡൻസിനെ ബേസ് ചെയ്തിട്ടാവുന്ന സമയത്ത് ഇറ്റ് വിൽ ബി കോൾഡ് ആസ് എംപെരിക്കൽ. കൺസെപ്ച്വൽ റിസർച്ച് ഇറ്റ് ഇൻവോൾവ്സ് abstract idea and concept. However, it does not involve any practical experiments. അതേസമയം എംപെരിക്കൽ ആവുന്ന സമയത്ത് അവിടെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫിനോമിന ഇൻവോൾവ് ആയിരിക്കും, അതേപോലെ തന്നെ ഒബ്സർവബിൾ ആണ് ആൻഡ് മെഷറബിളും ആയിരിക്കും. ദെൻ ഫിലോസഫിക്കൽ റിസർച്ച് സ്റ്റഡീസ് ആണ് പ്രധാനമായിട്ടും കൺസെപ്ച്വൽ റിസർച്ചിന്റെ ഒരു എക്സാമ്പിൾ എന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളതും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റഡീസും നോർമലി നമ്മൾ എംപെരിക്കൽ റിസർച്ചിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, ഓർക്കുക കേട്ടോ. ടൈപ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് റിസർച്ച് പ്രോസസ്സിന്റെ സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്ന് പറയാൻ പറ്റും. ഏറ്റവും ഫസ്റ്റത്തെ ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ദ ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. റിസർച്ച് പ്രോബ്ലം കണ്ടെത്താനുള്ള. ആൻഡ് രണ്ടാമത് ചെയ്യുക വിൽ ബി റിവ്യൂവിംഗ് ദ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ. ദെൻ ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് വർക്കിംഗ് ഹൈപ്പോത്തസിസ്. ഒരു പെർട്ടിക്കുലർ ഹൈപ്പോത്തസിസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെ ആയിരിക്കും വരിക അല്ലെങ്കിൽ ഇതാണ് റിസൾട്ട് വരിക എന്നുള്ള രീതിയിൽ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കാം. ദെൻ പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ, ഡിറ്റർമിനിങ് സാമ്പിൾ ഡിസൈൻ, ദെൻ ഡാറ്റ കളക്ഷൻ, അനാലിസിസ് ഓഫ് ഡാറ്റ, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, ജനറലൈസേഷൻ, ഇന്റർപ്രിട്ടേഷൻ, ആൻഡ് ഫൈനലി ദർ വിൽ ബി എ റിപ്പോർട്ടിംഗ് ഓഫ് റിസർച്ച് വർക്ക്. ഓക്കെ, ദെൻ എങ്ങനെയാണ് നമ്മൾ റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുന്നത്? അതിനുള്ള സ്റ്റെപ്പാണ് ആദ്യം പറയുന്നത്. സോ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പായിട്ട് കാണുന്ന റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈയിലാണ്. സോ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് വി ഷുഡ് ബി ഐഡന്റിഫൈയിങ് എ ബ്രോഡ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. അതിനുശേഷം ഈ ബ്രോഡ് ഏരിയാസിനെ സബ് ഏരിയസ് ആയിട്ട് മാറ്റിയെടുക്കുക. അതിൽ നിന്ന് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ആൻഡ് അതിനുശേഷം വി നീഡ് ടു ഐഡന്റിഫൈ ഗ്യാപ്സ് ആൻഡ് റൈസിംഗ് റിസർച്ച് ക്വസ്റ്റ്യൻ. ഓക്കെ, then we have to formulate the objective and finally we need to assess and review the objectives. ഇത്രയും കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലത്തിന്റെ സ്റ്റെപ്സ് ആയിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ആണ് നമുക്കറിയാം റിവ്യൂ ഓഫ് ദ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ എന്നുള്ളത്. സോ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് ആക്ച്വലി an integral part of entire research. So research cannot be conducted without reviewing of existing literature, maybe conceptual or empirical in nature. Then review അല്ലെങ്കിൽ നമ്മൾ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? നോർമലി നമ്മുടെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മുമ്പ് പ്രീവിയസ് സ്റ്റഡീസ് നടന്നിട്ടുണ്ടോ, അവരുടെ കൺക്ലൂഷൻസ് എന്താണ്, അതേപോലെ തന്നെ അവർ എന്ത് മെത്തഡോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അവരുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു, അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണോ ഉള്ളത്, ഓർ വാസ് ദർ എനി ലിമിറ്റേഷൻസ് ടു ദ സ്റ്റഡി, അതൊക്കെ കണ്ടെത്തലും അത് നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടോ എന്നുള്ള കണ്ടെത്താനാണ് മെയിൻലി നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്താറുള്ളത്. ദെൻ കംസ് ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഹൈപ്പോത്തസിസ്. സോ വൺസ് നമുക്ക് റിസർച്ച് പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തും. സോ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തി കഴിഞ്ഞാൽ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ദ നോർമൽ അസംഷൻ വിച്ച് ആർ ദ ബേസ് ഓഫ് ദ സ്റ്റഡി വിച്ച് മേ ബി ടെൻഡേറ്റീവ് ഇൻ നാച്ചർ ഓർ കൺസിഡേർഡ് ആസ് ഹൈപ്പോത്തസിസ്. ഇപ്പൊ ഒരു നോർമൽ അസംഷനെയാണ്, ഒരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള അസംഷനെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൈപ്പോത്തസിസ് എന്ന് പറയാം.
ഇപ്പൊ നമ്മളൊരു സ്റ്റഡീനെ കുറിച്ച് നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റഡി നടത്തുന്ന സമയത്ത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹെൽത്തും ഇൻകവും പറഞ്ഞില്ലേ. അപ്പം ഈ നമ്മൾ എന്ത് പറയാണ്, ഹെൽത്തും ഇൻകവും തമ്മിൽ ദർ ഈസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് ആൻഡ് ഇൻകം എന്നാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലാണ് പൊതുവെ എന്ത് ചെയ്യാറുള്ളത്, വിൽ ബി കൺസ്ട്രക്ടിങ് ആൻ ഹൈപ്പോത്തസിസ്. അതാണ് നോർമലി ഹൈപ്പോത്തസിന്റെ പാർട്ടിൽ വരുന്നത്. അതിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട രണ്ട് ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ഒന്നെന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസും രണ്ടാമത്തത് ആൾട്ടർനേറ്റ് അല്ലെങ്കിൽ റിസർച്ച് ഹൈപ്പോത്തസിസും ആണ്. സോ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് നോട്ട് എന്നാണ് ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക, എച്ച് നോട്ട് എന്നുള്ള രീതി, H0. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എ ഹൈപ്പോത്തസിസ് that proposes no relationship or difference between two variables. രണ്ട് വേരിയബിൾ തമ്മിൽ ലൈക്ക് ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഇല്ല, അല്ലെങ്കിൽ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ഇങ്ങനെയാണ് പൊതുവെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, നൾ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കാറുള്ളത്. ആൻഡ് ദിസ് ഈസ് ദ കൺവെൻഷണൽ അപ്രോച്ച് ടു മേക്കിംഗ് എ പ്രഡിക്ഷൻ. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് സേസ് there is no relationship between two groups that the researcher compares on a certain variable. നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് ജെൻഡറിന്റെ ബേസിസിൽ നമ്മൾ കണ്ടെത്തുന്ന സമയം, അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലുള്ള ഗ്രൂപ്പുകൾ തമ്മിൽ നമ്മൾ കണ്ടെത്തുന്ന സമയത്ത് ദാറ്റ് നമ്മൾ അവിടെ പറയാ ദർ ഈസ് നോ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ പറയാ. ബിക്കോസ് ഹിയർ ഇറ്റ് ഈസ് അബൌട്ട് നൾ ഹൈപ്പോത്തസിസ്, നള്ളാണ്. സോ ഇതാണ് എച്ച് നോട്ട് എന്നുള്ള രീതിയിൽ പറയുന്നത്. സോ ദ ഹൈപ്പോത്തസിസ് മേ ആൾസോ സ്റ്റേറ്റ് ദാറ്റ് ദർ ഈസ് നോ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് വെൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആർ കമ്പയർഡ് വിത്ത് റെസ്പെക്ട് ടു എ പെർട്ടിക്കുലർ വേരിയബിൾ. ദെൻ കംസ് റിസർച്ച് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയും. എച്ച് നോട്ടിൽ നമ്മൾ എന്താണോ പറഞ്ഞത് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എന്തിൽ ഉണ്ടാവുക, ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിൽ ഉണ്ടാവുക. ഇത് യഥാർത്ഥത്തിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊപ്പോസിഷൻ ആണ്. വേർ നമ്മൾ എന്താ പറയാൻ പോകുന്നത്, ദർ ഈസ് എ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് വാല്യൂസ്. ഉദാഹരണത്തിന് ഇങ്ങനെയാണ് ഇതാ, എച്ച് നോട്ടിൽ നമ്മൾ എന്ത് ചെയ്തു, നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് ആൻഡ് ഇൻകം. അതേസമയം H1 എന്ത് ചെയ്യും, വിൽ ബി ഇൻക്ലൂഡിങ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് ആൻഡ് H1 ആവുന്ന സമയത്ത് ദർ ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതെന്തായി, നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുക. H1 ആവുന്ന സമയത്ത് നോ റിലേഷൻ, അതേസമയം H0 ആവുന്ന സമയത്ത് H1 ആവുന്ന സമയത്ത് ദർ ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടു തിങ്. ഓക്കെ, ദർ ഈസ് റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ നോർമലി ആൾട്ടർനേറ്റ് അല്ലെങ്കിൽ റിസർച്ച് ഹൈപ്പോത്തസിസിനെ പറയുക. സോ ആൻ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ഇസ് ആൻ ഓപ്പോസിംഗ് തിയറി ടു ദ നൾ ഹൈപ്പോത്തസിസ്. അതാണ് ഞാൻ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ നൾ ഹൈപ്പോത്തസിസ് പ്രിഡിക്ട് സംതിങ് ടു ബി ട്രൂ, ഓക്കെ, എന്തെങ്കിലും ട്രൂ ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രിഡിക്ട് ചെയ്യുന്നത്. ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് പറയാ ഇറ്റ് വിൽ ബി ഫാൾസ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ടു നൾ ഹൈപ്പോത്തസിസ്. ദെൻ അടുത്ത പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ. ഇപ്പൊ നമ്മളൊരു സ്റ്റഡി നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു പ്രീ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രീ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് ആവശ്യമാണ്. ആ ഡിസൈനിങ്ങിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് വി ഡിസൈഡഡ് ദിസ് set of rules, then only we can go for data collection, and after that we can go for analysis of data. ഇതാണ് നോർമലി നമ്മൾ ചെയ്യേണ്ട കാര്യം. സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. അതിലൊന്നാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ ഉണ്ട്, എക്സ്പെരിമെന്റൽ ഉണ്ട്, എക്സ്പ്ലനേറ്ററി ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ എക്സ്പ്ലോറേറ്ററിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞ ടൈപ്പിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാവുക. അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എക്സ്പെരിമെന്റൽ പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലനേറ്ററി നമ്മൾ പറയാനുണ്ട്. സോ വിൽ ജസ്റ്റ് ടോക്ക് അബൌട്ട് ഇറ്റ്. ലൈക്ക് നമ്മൾ അതിൽ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എക്സ്പ്ലോറേറ്ററി ആവുന്ന സമയത്താണ് വി ഹാവ് ടു ഫോക്കസ് ഓൺ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. ഹിയർ ഡിസ്ക്രിപ്റ്റീവ് ആവുന്ന സമയത്ത് വി വിൽ ബി ഡിസ്ക്രൈബിങ് ഓർ മോർ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് അബൌട്ട് വാട്ട് ആക്ച്വലി ദ സിറ്റുവേഷൻ ഈസ്. എക്സ്പെരിമെന്റൽ ആവുന്ന സമയത്ത് വി ആർ ആക്ച്വലി experimenting, and explanatory ആവുന്ന സമയത്ത് we will be explaining why it happened. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈനിൽ പ്രധാനമായിട്ടുള്ളത്.
സോ എക്സ്പ്ലോറേറ്ററി ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, എക്സ്പെരിമെന്റൽ ഉണ്ട്, ആൻഡ് ഫൈനലി എക്സ്പ്ലനേറ്ററി റിസർച്ച് ഡിസൈനും ഉണ്ട്. ദെൻ ഇതിന് കൂടെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് റിസർച്ച് പാരഡൈം എന്ന് പറയുന്നത്. സോ ഈ റിസർച്ച് പാരഡൈം എന്ന് പറയുന്നത് ഇറ്റ്സ് കാറ്റഗറൈസ്ഡ് ബൈ philosophical assumptions about the nature of reality, knowledge, and the appropriate method of acquiring knowledge. So there are some philosophical assumptions about the nature of reality, knowledge, അതേപോലെ തന്നെ appropriate method of acquiring knowledge. ഈ കാര്യത്തിന് നമ്മൾ റിസർച്ച് പാരഡൈം എന്ന് പറയാം. ഇതിൽ വരുന്നതാണ് പോസിറ്റിവിസവും കൺസ്ട്രക്റ്റിവിസവും പ്രാഗ്മാറ്റിസവും. അതിൽ പോസിറ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് എ സിംഗിൾ റിയാലിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. അതാണ് നമ്മൾ പോസിറ്റിവിസത്തിൽ പറയാം. ഒരു സിംഗിൾ റിയാലിറ്റി ഉണ്ട്, ഒരേ ഒരു സത്യമുണ്ട്, ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. കൺസ്ട്രക്റ്റിവിറ്റിസിൽ പറയുന്നത് ദർ ആർ മൾട്ടിപ്പിൾ റിയാലിറ്റീസ്. ഇപ്പം എക്സ് വൈ എന്ന് പറയുന്ന രണ്ടാളുണ്ടെങ്കിൽ രണ്ടുപേരുടെയും റിയാലിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മൾ നോർമലി അതിനെ പറയാം. That people construct meaning for their experiences. Okay, multiple reality ഉണ്ടാവും, അതേപോലെ തന്നെ people will be constructing meaning. Then pragmatism ആണ് അടുത്തത്, focus on creating research that is both theoretically sound and applicable to real world settings. Then comes the determination of sample design. So ഈ റിസർച്ച് ഡിസൈനിന്റെ ഭാഗത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ റിസർച്ച് ഡിസൈൻ ഏതാണ്. അപ്പൊ നമ്മൾ എക്സ്പെരിമെന്റൽ ആണ് എടുക്കുന്നത്, എക്സ്പ്ലനറ്ററി ആണ് എടുക്കുന്നത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് വിൽ ബി ഗോയിങ് ഫോർ എ സാമ്പിൾ ഡിസൈൻ. അവിടെയാണ് നമ്മൾ എത്ര സാമ്പിൾ യൂസ് ചെയ്യണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്റ്റഡി, ഇപ്പൊ കേരളത്തിലുള്ള ആൾക്കാരുടെ ലൈഫ് എക്സ്പെക്ടൻസിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വിചാരിക്കുക. അതായത് എത്ര കാലം അവര് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കേരളത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും എന്ത് ചെയ്യണം, ഡാറ്റ നമ്മൾ എടുക്കണം. പക്ഷെ അത്രയും എടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. മറിച്ച് നമ്മൾ അവിടെ എന്താ ചെയ്യുക, വിൽ ബി ടേക്കിംഗ് സം സാമ്പിൾസ് ഔട്ട് ഓഫ് ദാറ്റ്. സോ അതിന് വേണ്ടിയിട്ട് എന്ത് സാമ്പിളിംഗ് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എത്ര സാമ്പിൾസ് യൂസ് ചെയ്യണം, സാമ്പിൾ ഏരിയ ഏതാണ്, ഇതൊക്കെ ഡിഫൈൻ ചെയ്യുന്ന യഥാർത്ഥത്തിൽ സാമ്പിൾ ഡിസൈനിലാണ്. സോ അതാണ് സാമ്പിൾ ഡിസൈൻ. ഇതിൽ നമുക്ക് പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്, നോൺ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്. സോ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിന്റെ കേസ് പറഞ്ഞല്ലോ, ഇഫ് എല്ലാവരും ഇതിൽ സെലക്റ്റഡ് ആവാനുള്ള ചാൻസസ് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ, ഇഫ് ദർ ഈസ് ഈക്വൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് കളക്റ്റഡ് ആസ് എ സാമ്പിൾ, then it is probability sampling. അതേസമയം നോൺ പ്രോബബിലിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് there will be biases. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ഡെഫിനറ്റ് ആയിട്ട് എന്തുണ്ടാവും, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആവുന്ന സമയത്ത് വിൽ ബി ഹാവിംഗ് ബയാസ്നെസ് വേർ വി വിൽ ആക്ച്വലി നോട്ട് ബി പിക്കിംഗ് എനി വൺ ആൻഡ് ദ ഇക്വാലിറ്റി ഈസ് നോട്ട് ദർ. അതായത് ഈ പറയുന്ന പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പിക്ഡ് ആസ് എ സാമ്പിൾ എന്ന് പറയുന്നത് സീറോ അല്ലെങ്കിൽ ചാൻസ് ഈക്വൽ അല്ല. അങ്ങനത്തെ കേസിലാണ് നമുക്ക് എന്തെന്ന് പറയാ, നമ്മുടെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയാം. സോ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും സാമ്പിൾ ആവാനുള്ള ചാൻസ് ഈക്വൽ ആണ്. നോൺ പ്രോബബിലിറ്റി ആവുന്ന സമയത്ത് എല്ലാവരും സാമ്പിൾ ആവാനുള്ള ചാൻസ് ഈക്വൽ അല്ല എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. സിമ്പിൾ റാൻഡം മെത്തേഡ് ആണ് നമ്മുടെ നോർമലി ലോട്ടറി മെത്തേഡ് എന്നൊക്കെ പറയുന്ന സിസ്റ്റം സിമ്പിൾ റാൻഡം സാമ്പിളിംഗിലാണ് വരിക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, റാൻഡംലി ആൾക്കാരെ പിക്ക് ചെയ്യുക ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ എ ലോട്ടറി മെത്തേഡ്. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉണ്ട്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഉണ്ട്. സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുന്ന സമയത്ത് വി വിൽ ബി മേക്കിംഗ് ദീസ് സാമ്പിൾ ലൈക്ക് നമ്മൾ ഈ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഡിഫറെന്റ് സ്ട്രാറ്റയാണ്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് നോർമലി ഞാൻ ഇവിടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സിമ്പിൾ റാൻഡം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കിയാൽ മതി. വി ആർ ടേക്കിംഗ് എ ലോട്ട് ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ലോട്ട് വി ആർ ജസ്റ്റ് റാൻഡംലി പിക്കിംഗ് സം സാമ്പിൾസ്. അതേസമയം സിസ്റ്റമാറ്റിക് ആവുന്ന സമയത്ത് വി ആർ യൂസിങ് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുക, ഇവിടുത്തെ ആൾക്കാരുണ്ട് അല്ലെ, അപ്പം ആദ്യത്തെ ആൾക്കാരെ ഒഴിവാക്കി, രണ്ടാമത്തെ ആളെടുത്തു, ദെൻ രണ്ടാളെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണുന്ന മൂന്നാമത്തെ ആളെടുത്തു. ഇങ്ങനെ ഒരു മെത്തേഡിൽ പോകുന്ന സമയത്ത് ദാറ്റ് വിൽ ബി കോൾഡ് ആസ് അവർ മെത്തേഡ് ഓഫ് സാമ്പിളിംഗ്. സോ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സിസ്റ്റമാറ്റിക്. ദർ വിൽ ബി പെർട്ടിക്കുലർ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പോപ്പുലേഷൻ നമുക്ക് കിട്ടി, 100 ആൾക്കാരുടെ പോപ്പുലേഷൻ കിട്ടി.
ഈ 100 ആൾക്കാരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 10 ആൾക്കാരെയാണ് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാണ്, 10, 20, 30, 40, 50 അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. സ്ട്രാറ്റിഫൈഡ് ആവുന്ന സമയത്ത് നോർമലി എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹോമോജനസ് ആയിട്ടുള്ള ഡിഫറെന്റ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുക ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ നോക്കുക, സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ എന്താ ചെയ്യുന്നത്, വി ആർ ആക്ച്വലി മേക്കിംഗ് ദ ടോട്ടൽ സാമ്പിൾസ് ഇൻ ടു ഡിഫറെന്റ് സ്ട്രാറ്റാസ്. ഈ ഡിഫറെന്റ് സ്ട്രാറ്റാസ് ഉണ്ടാക്കിയതിന് ശേഷം വാട്ട് വിൽ ഡു ഈസ് നമ്മൾ എന്ത് ചെയ്യും, ഓരോ സ്ട്രാറ്റയിൽ നിന്നും ആൾക്കാരെ എടുക്കും. അത് ചിലപ്പം ചില സ്ട്രാറ്റയിൽ നിന്ന് കൂടുതലായിരിക്കും, ചില സ്ട്രാറ്റയിൽ നിന്ന് കുറവായിരിക്കും. ദെൻ കംസ് ക്ലസ്റ്റർ സാമ്പിൾ. ഈ ക്ലസ്റ്റർ സാമ്പിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയും സ്ട്രാറ്റിനെ പോലെ തന്നെയാണ് ചെയ്യുക. ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ തന്നെ ഏകദേശം പല ഹെട്രോജനസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഒരു ക്ലസ്റ്ററിൽ തന്നെ പല ഹെട്രോജനസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇവിടുത്തെ കേസിൽ ഒരു ഇതിലിപ്പോ ഇത് നോക്കിയാൽ മതി, ഇവിടെ നോക്കിയാൽ ഒരു ഗ്രീൻ, എല്ലാവരും ഗ്രീൻ ആണ്. എന്താണ്, ഹോമോജനസ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് വിത്തിൻ സ്ട്രാറ്റ. ഇവിടെ നോക്കുന്ന സമയത്ത് എന്താണ്, ഇറ്റ് ഈസ് ഹെട്രോജനസ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുക, അങ്ങനത്തെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നോ രണ്ടോ ക്ലസ്റ്ററുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ സാമ്പിൾ ആക്കി എടുത്തിട്ട് റിസർച്ച് നടത്തുക ചെയ്യുക. അതാണ് സ്ട്രാറ്റിഫൈഡിന്റെയും ക്ലസ്റ്ററിന്റെയും മെയിൻ ഡിഫറൻസ്. സ്ട്രാറ്റിഫൈഡ് ആവുന്ന സമയത്ത് ദർ വിൽ ബി ഹോമോജിനിറ്റി വിത്തിൻ ദ സാമ്പിൾസ് ഓർ വിത്തിൻ ദ സ്ട്രാറ്റ, വേറാസ് ക്ലസ്റ്റർ ആവുന്ന സമയത്ത് ദർ വിൽ ബി ഹെട്രോജിനിറ്റി വിത്തിൻ ദ ക്ലസ്റ്റർ. അതിന്റെ രണ്ടിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ഇതിൽ ഞാൻ ജസ്റ്റ് കോട്ട സാമ്പിളിങ്ങും സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങും, ഇപ്പം നമ്മൾ സ്ട്രാറ്റിഫൈഡും കോട്ടയും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളതാണ്. പക്ഷെ സ്ട്രാറ്റിഫൈഡ് ഏതാണ്, പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ആണ്. കോട്ട എന്ന് പറയുന്നത് നോൺ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ആണ്. സോ ഇതിൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്ന സമയത്ത് പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു കാറ്റഗറീസ്, എലമെന്റ്സ് ആർ ദെൻ സെലക്ടഡ് ഫ്രം ഈച്ച് കാറ്റഗറി. അതേസമയം കോട്ടയിൽ എന്താ ചെയ്യുന്നത്, പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു കാറ്റഗറീസ്, എലമെന്റ്സ് ആർ ദെൻ സെലക്ടഡ് ഫ്രം ഈച്ച് കാറ്റഗറി. സെയിം ആണ് അല്ലെ. ദെൻ പർപ്പസ് ഈസ് ടു സെലക്ട് എ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ ഓർ ഫെസിലിറ്റേറ്റ് സബ് ഗ്രൂപ്പ് അനാലിസിസ്. പർപ്പസും അതേപോലെ തന്നെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതും സ്ട്രാറ്റിഫൈഡിലും കോട്ടയിലും സെയിം ആണ്. ബട്ട് ദർ ആർ സം ഡിഫറൻസസ്. അതാണ് ഇവിടെ പറയുന്നത്. സോ എലമെന്റ്സ് വിത്തിൻ ഈച്ച് കാറ്റഗറി ആർ സെലക്ടഡ് യൂസിങ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അതേസമയം എലമെന്റ്സ് വിത്തിൻ ഈച്ച് കാറ്റഗറി സെലക്ടഡ് യൂസിങ് അവൈലബിലിറ്റി. അപ്പൊ നമുക്ക് ആരാണോ അവൈലബിൾ ഉള്ളത് അവരെ നമ്മൾ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുക. അതാണ് കോട്ടയിൽ ചെയ്യുക. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗിൽ കറക്റ്റ് ഉള്ള ഒരു റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ഉണ്ട്. ദെൻ അതേസമയം വേറൊരു കാര്യം വരുന്നത്, ഒരു സാമ്പിളിംഗ് ഫ്രെയിം എപ്പോഴും ഇതിനാവശ്യമാണ്, നമ്മുടെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിന് ആവശ്യമാണ്. എന്നാൽ ഒരു പെർട്ടിക്കുലർ സാമ്പിളിംഗ് ഫ്രെയിമിന്റെ ആവശ്യം ഏതിൽ വരുന്നില്ല, നമ്മുടെ കോട്ട സാമ്പിളിങ്ങിന് വരുന്നില്ല. ദെൻ റാൻഡം സാമ്പിളിംഗ് എറർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും എവിടുത്തെ കേസിൽ, നമ്മുടെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിന്റെ. അതേസമയം നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആയതുകൊണ്ട് തന്നെ കോട്ട സാമ്പിളിങ്ങിന്റെ എറർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാമ്പിളിംഗ് എറർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ സ്ട്രാറ്റിഫൈഡ് എന്ന സമയത്ത് സെലക്ഷൻ ബയാസ് എന്തായിരിക്കും, എപ്പോഴും മിനിമൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കുറവായിരിക്കും. അതേസമയം സെലക്ഷൻ ബയാസ് മിനിമൈസ് അല്ലാത്ത കേസാണ് കോട്ട സാമ്പിളിംഗിൽ ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ സാമ്പിളിങ്ങിന്റെ തന്നെ പ്രൊബബിലിറ്റി നോൺ പ്രൊബബിലിറ്റിന്റെ മെത്തേഡിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രൊബബിലിറ്റി സാമ്പിളിംഗിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, സ്ട്രാറ്റിഫൈഡ് ഉണ്ട്, സിസ്റ്റമാറ്റിക് ഉണ്ട്, ക്ലസ്റ്റർ ഉണ്ട്. നോൺ പ്രൊബബിലിറ്റിയിൽ പർപ്പസീവ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ച് നമ്മളൊരു സാമ്പിൾ സെലക്ട് ചെയ്യുക. കോട്ട എന്ന് പറഞ്ഞ സമയത്ത് ഇറ്റ്സ് സിമിലർ ടു സ്ട്രാറ്റിഫൈഡ് ഇൻ സം വേസ്, ബട്ട് ഇറ്റ് ഈസ് ഡിഫറെന്റ് ബിക്കോസ് നമുക്ക് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സാമ്പിളിംഗ് ഫ്രെയിം ആവശ്യമില്ല നോൺ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് നടത്താൻ. ദെൻ ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബയാസിനനുസരിച്ചിട്ടുള്ളതാണ്. സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പോകുന്നു, അങ്ങനെ സ്നോബോൾ പോലെ ആയി മാറുക ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഒരു പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്ന സാമ്പിൾസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇവരെ ഡയറക്റ്റ് ഇൻഫർമേഷൻസ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം ഒരാളടുത്ത് പോകും, അയാളോട് ചോദിക്കും എന്ത്, നിങ്ങൾക്ക് അറിയുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ. അപ്പൊ അയാളുടെ അടുത്തേക്ക് നമ്മൾ പോകും. പിന്നെ ഇയാൾ ചിലപ്പം ഇപ്പുറത്തുള്ള വേറെ ആളെ പറ്റി പറയും, അപ്പൊ ഇയാൾ ഇങ്ങോട്ട് പോകും. ഇങ്ങനെ ഒരു സ്നോ ബോളിനെ പോലെ തന്നെ പോകുന്നത്. ദെൻ കൺവീനിയൻസ് സാമ്പിളിംഗ് അക്കോർഡിംഗ് ടു ദ കൺവീനിയൻസ് ഓഫ് ദ റിസർച്ച് എന്യൂമറേറ്റർ. ഓക്കെ, അത്രയാണ് അവിടെ വരുന്നത്.
ദെൻ കംസ് ഡാറ്റ കളക്ഷൻ. ഈ ഡാറ്റ കളക്ഷൻ ആണ് നമ്മുടെ ഹൈപ്പോത്തിസിസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റെപ്പായിട്ട് പറയാനുള്ളത്. സോ ദ ഇൻഫർമേഷൻ കളക്ടഡ് ഫ്രം വേരിയസ് സോഴ്സസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഫോം ഫോർ എ സ്പെസിഫിക് പർപ്പസ് ഈസ് കോൾഡ് ഡാറ്റ. സോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ഫോമിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഡാറ്റകൾ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് വിളിക്കുന്നത്. സോ ഡാറ്റ ഈസ് കളക്ടഡ് ആസ് പെർ ദ റിക്വയർമെന്റ് ഓഫ് ദ സ്റ്റഡി. ഒന്നുകിൽ എന്താവാം, പ്രൈമറി നടത്താം, അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ടും നടക്കാൻ സാധ്യതയുണ്ട്. സോ പ്രൈമറി ഡാറ്റയിൽ വരുന്നതാണ് ഒബ്സർവേഷൻ, ഇന്റർവ്യൂ, മെയിൽ സർവേ, എക്സ്പെരിമെന്റേഷൻ, സിമുലേഷൻ, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഫൈനലി പ്രൊജക്റ്റീവ് ടെക്നിക്സ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എക്സാമ്പിൾസ് സെൻസസ്, ഇൻഫർമേഷൻ, ഗവൺമെന്റിന്റെ ഒരുപാട് ഡാറ്റകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് എന്താണ്, പബ്ലിഷ്ഡ് ആയിട്ടുള്ളതും ഉണ്ടാവും, അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ളതും ഉണ്ടാവും. സോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിനെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. എക്സിസ്റ്റിംഗ് ആയതിനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡറി ഡാറ്റ അനാലിസിസ് ആയി മാറും. Then comes analysis of data. So once we collected the data, then we have to go for analyzing it. Okay? ഇതിന് തന്നെ നമുക്ക് പല ഡിഫറെന്റ് സ്റ്റെപ്പുകൾ ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അപ്ലൈയിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ ലോജിക്കൽ ടെക്നിക് ടു ഇവാലുവേറ്റ് ഓർ നമ്മൾ എന്താണ് അനാലിസിസിൽ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വി ആർ ആക്ച്വലി അപ്ലൈയിങ് സം സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ ടെക്നിക്ക്. എന്തിനാണ് ചെയ്യുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ ഇൻഫർമേഷൻസ് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. സോ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ പ്രോസസ് ഫോർ ഒബ്റ്റെയിനിങ് റോ ഡാറ്റ ആൻഡ് കൺവേർട്ടിംഗ് ഇറ്റ് ഇൻ ടു ഇൻഫർമേഷൻ യൂസ്ഫുൾ ഫോർ ഡ്രോയിങ് ഇൻഫറൻസസ്. അതാണ് നോർമലി അനാലിസിസ് ഓഫ് ഡാറ്റയിൽ ഉണ്ടാവുക. ദെൻ കംസ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ്. അതിലാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ, രണ്ട് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപ്പെൻഡന്റ് വേരിയബിളും ഉണ്ട്. സോ ദ വേരിയബിൾ ദ റിസർച്ചർ ചേഞ്ചസ് ആണ് എന്ത്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഡിപ്പെൻഡഡ് ഓൺ അനദർ. സോ അപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസർ എക്സ് ഇൻ ദ എക്സ്പെരിമെന്റ്. അതേ സമയത്ത് നമ്മൾ ഇൻഡിപെൻഡന്റ്, ഇപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പം എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ട് പറയാണ്, കൺസംഷൻ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഇൻകം. അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്, നമ്മുടെ കൺസംഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങാൻ നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഡിപ്പെൻഡിങ് അപ്പോൺ അവർ ഇൻകം. അങ്ങനെ പറയുന്ന സമയത്ത് ഇൻകം എന്നുള്ളത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിളും കൺസംഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റും ആണ്. സോ ബിക്കോസ് കൺസംഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. വിച്ച് മീൻസ് വൈ, അതായത് ഇൻകം ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഐഡിയ. ദെൻ അതേപോലെ തന്നെ എക്സ്ട്രാനിയസ് വേരിയബിളും കൺഫൗണ്ടിങ് വേരിയബിളും ഉണ്ട്. എക്സ്ട്രാനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ വേരിയബിൾസ് വിച്ച് ആർ നോട്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ബട്ട് കുഡ് അഫക്ട് ദ റിസൾട്ട് ഓഫ് ദ എക്സ്പെരിമെന്റ്. ഇപ്പൊ ചില നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ചില വേരിയബിൾസിനെ നമ്മൾ പഠിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ഹെൽത്തിനെ കുറിച്ചാണ്. സോ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ദർ ആർ ഡിഫറെന്റ് ഫാക്ടേഴ്സ്. നമ്മൾ ഇൻകമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എന്താണ്, ഇതാണ് ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഡിപ്പെൻഡന്റ് വേരിയബിൾ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഹെൽത്തും ഇൻകവും തമ്മിലുള്ള റിലേഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റു ഫാക്ടേഴ്സും ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഫാമിലി സിറ്റുവേഷൻസ്, നമ്മുടെ കൾച്ചർ, അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ റിലീജിയസ് ബിലീഫ്, അതേപോലെ തന്നെയുള്ള ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും. സോ ഇതെല്ലാം എന്താണ്, എക്സ്ട്രാനിയസ് വേരിയബിൾ എന്നാണ് പറയാം, which are not the independent variable but could affect the result of the experiment. So these are the variables that the researcher not intentionally studying. Confounding variable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാനിയസ് വേരിയബിൾ ആണ്, ദാറ്റ് കുഡ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് സ്റ്റഡി. ചില വേരിയബിൾ എന്തുണ്ടാവും, കൂടുതൽ സ്ട്രോങ് ആയിട്ട് എഫക്റ്റ് ഉണ്ടാക്കും. അത്തരം വേരിയബിളിനെയാണ് നമ്മൾ കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറയാം. സോ എക്സ്ട്രാനിയസ് വേരിയബിൾ, കൺഫൗണ്ടിങ് വേരിയബിൾ. ദെൻ കംസ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ ആൻഡ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ നമ്പർ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും, കാറ്റഗറിക്കൽ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് നോർമലി ഗ്രൂപ്പ് ആക്കുന്ന രീതിയിലും ഉണ്ടാവുക. ക്വാണ്ടിറ്റേറ്റീവിൽ തന്നെ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും ഉണ്ട്. ഡിസ്ക്രീറ്റ് എന്ന് പറയുന്ന സമയത്ത് ഡയറക്റ്റ് നമ്മൾ കൗണ്ട് ചെയ്യാണ്, വേറെ മെഷർ ചെയ്യേണ്ട രീതിയിലാണ് നമ്മുടെ കണ്ടിന്യൂസ് വരിക. അതേസമയം കാറ്റഗറിക്കൽ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവിലാണ് ഓർഡിനലും നോമിനലും വരിക.
അപ്പം അതിൽ നമുക്ക് ഓർഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഓൺലി ക്ലാസിഫൈ ഇറ്റ്. പ്രധാനമായിട്ടും ക്ലാസിഫിക്കേഷൻ ആണ് നടക്കുക. അതേസമയം നോമിനലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വി കാണ്ട് അൺഓർഡേർഡ്, ലൈക്ക് ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു മേക്ക് എൻ ഓർഡർ ഫോർ ഇറ്റ്, ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി വിൽ give one particular variable or nominal variable to it. Then ഇനി നമുക്ക് പറയാനുള്ളതാണ് മെഷറിംഗ് വേരിയബിൾസ് എന്ന് പറയുന്നത്. നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഇതുവരെ പറഞ്ഞത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന റിസർച്ചിനെ കുറിച്ചായിരുന്നു. അതിനുശേഷം ഡിഫറെന്റ് ടൈപ്സിലേക്ക് പോയി. അതിൽ ഡിസ്ക്രിപ്റ്റീവ്, എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച്, ഹിസ്റ്റോറിക്കൽ സ്റ്റഡി, അനലിറ്റിക്കൽ റിസർച്ച്, കോറിലേഷൻ റിസർച്ച്, എക്സ്പ്ലനേറ്ററി റിസർച്ച്, എക്സ്പ്ലോറേറ്ററി, എക്സ്പെരിമെന്റൽ, ആക്ഷൻ റിസർച്ച്. അവിടെ അപ്ലൈഡ് റിസർച്ചിന്റെ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്ലൈഡ് റിസർച്ചും ബേസിക് റിസർച്ചും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റിസർച്ചും തമ്മിലുള്ള ഡിഫറൻസ്, ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും തമ്മിലുള്ള ഡിഫറൻസ്, ഇൻഡക്റ്റീവും അതിനുശേഷം ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും തമ്മിൽ കൺസെപ്ച്വൽ ആൻഡ് എംപെരിക്കലിനെ ബേസ് ചെയ്തിട്ടുള്ളത്. റിസർച്ച് പ്രോസസ്സിന്റെ ഡിഫറെന്റ് സ്റ്റേജസ്, എങ്ങനെയാണ് റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുക, എന്താണ് റിവ്യൂ ഓഫ് ദ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ, എന്താണ് ഹൈപ്പോത്തസിസ്, നൾ ഹൈപ്പോത്തസിസ് ഉണ്ട്, അതേപോലെ തന്നെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഉണ്ട്. പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ, അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് പാരഡൈം, അതിൽ തന്നെ പോസിറ്റീവ്സും കൺസ്ട്രക്റ്റീവ്സും പ്രാഗ്മാറ്റിസും പറഞ്ഞു. ഡിറ്റർമിനിങ് സാമ്പിൾ ഡിസൈൻ, അതിലാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗും അതിന്റെ ഡിഫറെന്റ് ടൈപ്സും വരുന്നത്. കംസ് ഡാറ്റ കളക്ഷൻ, എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അവിടെ ഡാറ്റ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അനാലിസിസിന്റെ കേസിൽ നോക്കുന്ന സമയത്ത് വി നീഡ് ടു അനലൈസ് സം വേരിയബിൾസ്. അപ്പൊ ആ വേരിയബിൾസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. അതിന് പുറമെ എക്സ്ട്രാനിയസ് വേരിയബിളും ഉണ്ട്, കൺഫൗണ്ടിങ് വേരിയബിളും ഉണ്ട്. അതിനുശേഷം ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളും ക്വാളിറ്റേറ്റീവ് വേരിയബിളും ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. പോണമെന്നില്ല കേട്ടോ, 5-10 മിനിറ്റ് എടുത്താൽ തന്നെ പെട്ടെന്ന് വരാം. ഓക്കെ.